കൊച്ചി പഴയ കൊച്ചിയല്ല, ബിലാല് പഴയ ബിലാലുമല്ല. പക്ഷേ നമ്മുടെ കൊച്ചിയിലെ മറൈൻ ഡ്രൈവ് എന്നും ആളുകളുടെ ഇഷ്ട സ്പോട്ടാണ്. അതിൽ മാത്രം ഒരു മാറ്റവും കാലം വരുത്തിയിട്ടില്ല കൊച്ചിയിൽ എന്ന് നമുക്ക് കാണാം. കാരണം കൊച്ചിയിൽ എത്തുന്നവരെല്ലാം ഒന്ന് ഓടി എത്തുന്ന ഒരു സ്പോട്ട് തന്നെയാണ് ഇപ്പോഴും ഈ മറൈൻ ഡ്രൈവ്. അങ്ങനെ ഒരു സിഗ്നേച്ചർ സ്പോട്ടായി ഈ മറൈൻ ഡ്രൈവ് തുടരുന്നതിൻ്റെ കാരണം എന്താണ് എന്ന് അന്വേഷിക്കാം. ഡാനിപ്പോൾ അവിടേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ മറൈൻ ഡ്രൈവ് കൂടുതൽ സുന്ദരിയായി മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചെത്താം. കൊച്ചിയിലേക്ക് എത്തുമ്പോൾ കാഴ്ചകൾ പലതാണ്. കാരണം ഇവിടെ കണ്ട് തീർക്കാനാവാത്ത വിധം കാഴ്ചകളുടെ ഒരു സമൃദ്ധിയാണ് കൊച്ചിയിലേക്ക് എത്തുമ്പോൾ. ഫോർട്ട് കൊച്ചിയിലേക്ക് പോകാം, മറ്റ് പലയിടങ്ങളും തന്നെയും വൈവിധ്യമാർന്ന കാഴ്ചകൾ ഒരുക്കിയിരിക്കുന്ന ഒരിടം കൂടിയാണ് കൊച്ചി എന്ന് പറയുന്നത്. പക്ഷേ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ വിട്ടുകളയാൻ പറ്റാത്തൊരിടം എന്ന് പറയുന്നത് മറൈൻ ഡ്രൈവ് തന്നെയാണ്. അത് കൊച്ചിയുടെ ഒരു ലാൻഡ് മാർക്കാണ്, കൊച്ചിയുടെ ഒരു മുഖമുദ്രയാണ്. ഇവിടെ വരിക, മറൈൻ ഡ്രൈവ് വരിക, അതോടൊപ്പം തന്നെ ഈ മറൈൻ വാക്വേയിലൂടെ കടന്നു പോകുക, വളരെ വിശാലമായിട്ട് കായലിന് അഭിമുഖമായിട്ടുള്ള ഈ നടപ്പാതയിലൂടെ കടന്ന് മുന്നോട്ട് പോവുക എന്നുള്ളത്, ഇവിടെയുള്ള ബോട്ടിംഗ് ആസ്വദിക്കുക എന്നുള്ളത് കാര്യങ്ങൾ. ഇവിടെ എന്നാൽ അഴിമുഖം കാണാം, കപ്പൽ സഞ്ചരിക്കുന്നത്, കപ്പൽ ഗതാഗതം, ഇതെല്ലാം കാണാം. അങ്ങനെ കാഴ്ചകളുടെ ഒരു വലിയ കലവറ മറൈൻ ഡ്രൈവിൽ ഒരുക്കിയിരിക്കുന്നുണ്ട്. ഇവിടെ ഇരുന്നാൽ എത്ര സമയം വേണമെങ്കിലും കടന്നു പോകാം. ഈ കാറ്റേറ്റ് വളരെ ഈ തണലിൽ ഇരുന്നു കൊണ്ട് അങ്ങനെ ആ രീതിയിലേക്ക് വളരെ സുഖമുള്ള ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരിടം കൂടിയാണ് എറണാകുളം മറൈൻ ഡ്രൈവ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇവിടെ എത്തുന്ന സഞ്ചാരികൾ അല്ലെങ്കിൽ നാട്ടുകാർ തന്നെ ഒരുപാട് പേര് ഇവിടെ എത്തുന്നത്, എങ്ങനെയാണ് അവർ ഈ മറൈൻ ഡ്രൈവ് എന്ന ഒരു വികാരത്തെ നെഞ്ചോട് ചേർക്കുന്നത് എന്നത് നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം. എത്രമാത്രം അവർക്ക് പ്രിയപ്പെട്ടതാണ് ഈ ഇടമെന്ന്. വാക്വേയിലൂടെ എത്ര നടന്നാലും എത്ര കണ്ട് ഇവിടെ കടൽ നോക്കിയിരിക്കാം, അസ്തമയം ഇതെല്ലാം കണ്ടിരുന്നാലും ആർക്കും അങ്ങനെ മതി വരാറില്ല എന്ന് തന്നെയാണ് പറയുന്നത്. നമുക്കിപ്പോൾ ഇവിടെ സ്ഥിരം കാണുന്ന ആളുകൾ അങ്ങനെ പലരും ഉണ്ട്, കൂട്ടുകാരെല്ലാമായിട്ട്. ചേച്ചി ഇവിടെ കട നടത്തുന്നു. ഇത് കടലിലേക്ക് നോക്കിയിരിക്കാതെ ആർക്കും കിട്ടാത്തൊരു ഭാഗ്യം, വലിയൊരു ഭാഗ്യമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ കൂട്ടുകാരത്തിനോട് പറഞ്ഞ്, എനിക്ക് കടലമ്മ ഇത്രയും കവിഞ്ഞ് വെള്ളം അതിൻ്റെ ഒരു മുമ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് എന്താ പറയുന്നത്, എനിക്ക് ശരിക്കും പറഞ്ഞാൽ ദുഃഖങ്ങളൊന്നും വരാറില്ല. എത്ര ദുഃഖം ഉണ്ടെങ്കിലും ഞാൻ അത് ഓർക്കാറില്ല. അത്രയും നല്ല ഇതാണ്, ഭംഗിയാണ്. പിന്നെ അതുകൂടാണ്ട് തന്നെ നല്ല കാറ്റാണ്. പിന്നെ മഴ ഇപ്പം ഇല്ലാത്തതിൻ്റെ പേരിൽ കുഴപ്പമില്ല. മഴ ഉണ്ടെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, എന്നാലും നല്ല സുഖമാണ്. വൈകുന്നേരം വരെ വന്നിരിക്കുന്ന എല്ലാവരും വളരെ സന്തോഷത്തോടെ വരുന്നവരൊക്കെയാണല്ലോ. എല്ലാവരും ബോട്ടിങ്ങിന് പോകുന്നു, എല്ലാം ഇവിടെ കാണുന്ന മുഖങ്ങളെല്ലാം സന്തോഷം. ഇവരെന്റെ നല്ലൊരു സുഹൃത്തുക്കളാണ്. ഇവർക്ക് ഞങ്ങൾ 2 ദിവസമായിട്ടുള്ളൂ ഇവിടെ വരാൻ തുടങ്ങിയിട്ട്. ചേച്ചിയോട് പരിചയപ്പെട്ട് 1 മാസമായിട്ടുള്ളൂ. ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ കണ്ടുമുട്ടിയത്. പക്ഷേ ഇന്നിപ്പോൾ ഞങ്ങൾ കൂടുന്ന ഓരോ സമയങ്ങളും ഞങ്ങൾ കൂടുതൽ സമയം ഇവിടെയാണ് ചിലവഴിക്കാറുള്ളത്. കഴിഞ്ഞ ദിവസം വന്നിട്ട് തന്നെ ഒരുപാട് വൈകിയാണ് ഇവിടുന്ന് പോയത്. കാരണം നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുള്ള ആൾക്കാരാണല്ലേ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഇവിടെ വന്നിരിക്കുമ്പോൾ എന്തോ മനസ്സിനൊരു സന്തോഷമാണ്. ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റും, പല രീതിയിൽ പല പ്രശ്നങ്ങളുള്ള ആൾക്കാരാണ്. പക്ഷെ ഇവിടെ വന്നിരിക്കുമ്പോൾ എന്തുകൊണ്ടോ ഭയങ്കര സന്തോഷമാണ് മനസ്സിൽ. ഇടയ്ക്ക് വരാറുണ്ട്, വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് വന്നിരിക്കാറുണ്ട്. കുട്ടികളായിട്ട് ഞങ്ങൾ വരും. ഇവിടെ വന്നിരിക്കാൻ നല്ല രസമല്ലേ, പ്രത്യേകിച്ച് വൈകുന്നേര സമയത്തൊക്കെ അടിപൊളി സമയം പോകും. മഴ കുറച്ച് ദിവസം മഴയില്ലായിരുന്നു, അതുകൊണ്ട് വരാൻ പറ്റിയില്ല. ഇപ്പം അതുകൊണ്ടൊന്ന് പിള്ളേരെ കൊണ്ടൊന്ന് പുറത്തിറങ്ങിയതാണ്. ശരിക്കും അവർക്കും ഒന്ന് പുറത്തിറങ്ങണ്ടേ. അപ്പം ബെസ്റ്റ് സ്ഥലമാണ് ഇവിടെ ഒക്കെ വന്നിരിക്കാൻ. ഇന്ന് ശരിക്കും തിരക്കൊന്നുമില്ല, എന്താ അറിയില്ല. അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഭയങ്കര തിരക്കായിരിക്കും, ഇരിക്കാൻ സീറ്റ് കിട്ടാറില്ല ഇവിടെ ഒന്നും. ഇങ്ങനെ നടന്ന് എവിടെയെങ്കിലും കിട്ടാറ്. പക്ഷെ ഇന്ന് എന്തോ അധികം ആളൊന്നുമില്ല, നല്ല അന്തരീക്ഷം. അതെ, നല്ല അന്തരീക്ഷവും അധികം ആളും ഇല്ല, നല്ല അടിപൊളിയാണ്. നമുക്ക് നല്ല ഇഷ്ടമായി. നമ്മളിപ്പോൾ പൊതുവെ കാലിക്കറ്റ് ആയതുകൊണ്ട് ബീച്ചിനെക്കാളും പ്രത്യേകത ഉണ്ട് ഇവിടെ. നല്ല ക്ലീൻ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറും നമുക്ക് ഒരു എൻജോയ് ചെയ്യാൻ വന്നിരിക്കാൻ പറ്റിയൊരു സ്പോട്ട് പോലെ തോന്നുന്നുണ്ട്. ഇല്ല, ബോട്ടിങ്ങിന് പോയിട്ടില്ല. ടൈമിന്റെ ഒരു പ്രശ്നം കൊണ്ട് വേറൊരു ആവശ്യത്തിന് വന്നായിരുന്നു. ഫാമിലിയായിട്ട് കൂടാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. എന്താണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്?
എങ്ങനെ ഇവിടെ ഇവിടെ ഈ മറൈൻ ഡ്രൈവിൽ ഈ അറ്റ്മോസ്ഫിയറും പിന്നെ തൊട്ടടുത്തടുത്ത ഷോപ്പുകളും പിന്നെ ഇങ്ങനെ ഓരോരോ ഫോട്ടോ എടുക്കുന്നത് അങ്ങനെ പുതിയ പുതിയ ആക്ടിവിറ്റീസ് ഒക്കെ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയോ അടിപൊളി. മറൈൻ ഡ്രൈവിനെ കുറിച്ച് പറയുമ്പോൾ ഓരോ വാക്കിലും വരിയിലും നിറയുന്നത് അതത്രയും അവരുടെ മുഖത്ത് കാണുന്നുണ്ട്. കാരണം ഇവിടെ വന്നിരിക്കുക, ഇതിലേക്ക് എവിടേക്ക് കടലിലേക്ക് നോക്കിയിരിക്കുക. മാത്രമല്ല ഈ ബോട്ടിംഗ് ഈ നമുക്ക് കാണാം നിരന്ന് അവിടെ അറ്റം വരെയും ബോട്ടിംഗ് വളരെ വിപുലമാക്കിയിരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അപ്പോൾ സീസണാണെങ്കിലും അല്ലെങ്കിലും എല്ലാം കൂടി മറൈൻ ഡ്രൈവിലേക്ക് എത്തുന്നവർ, കൊച്ചിയിലേക്ക് എത്തുന്നവർ ഈ കായൽ കാഴ്ചകൾ കാണാൻ വേണ്ടി ഇവിടേക്ക് എത്തുന്നു. തൊട്ടപ്പുറത്ത് വലിയ രീതിയിലേക്ക് സർവീസ് നടത്താനുള്ള കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. അപ്പോൾ അതിലേക്കെല്ലാം വളരെ സന്തോഷത്തോടെ നോക്കിയിരുന്ന് കണ്ടുപോകുന്നു. അങ്ങനെ കൊച്ചിയിലേക്ക് വരുന്നവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഇടങ്ങളിൽ ഒന്നാണ് ഈ മറൈൻ ഡ്രൈവും വാക്ക് വേയും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കൊച്ചിയിലേക്ക് എത്തുന്നവർ എന്തുകൊണ്ടാണ് മറൈൻ ഡ്രൈവിനെ ഇത്രമേൽ അടുത്ത് വയ്ക്കുന്നതെന്ന് നമുക്ക് അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ അറിയാം. കാരണം ഇവിടെ വന്നു പോകുന്നവർക്ക് ഒരിക്കലും മുഷിപ്പില്ലാത്ത കാഴ്ചകൾ സമ്മാനിക്കുന്നൊരിടം തന്നെയാണ് മറൈൻ ഡ്രൈവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് എത്തുന്നവർ, അത് മറ്റ് പലയിടങ്ങളിൽ നിന്നെത്തുന്നവർക്ക് തന്നെയും വളരെ സുഖമുള്ള ഒരു അന്തരീക്ഷവും സുഖമുള്ള കാഴ്ചകൾ തന്നെയാണ് എറണാകുളം മറൈൻ ഡ്രൈവ് ചേർത്ത് വയ്ക്കുന്നത്. പ്രത്യേകിച്ച് അത് ഒരു വൈകുന്നേരത്തേക്ക് ആവുമ്പോഴേക്കും വളരെ ഇഷ്ടത്തോടു കൂടിയാണ് ഇവിടേക്ക് ഓരോരുത്തരായിട്ട് എത്തുന്നത്. അത് എവിടെ നിന്നായി വരുന്നവരാണെങ്കിലും ഈ മറൈൻ ഡ്രൈവിലേക്ക് എത്തുമ്പോൾ പുതിയ ഒരു അന്തരീക്ഷത്തിലേക്കെല്ലാം തന്നെ അവർ കടന്നു വരികയാണ്. അതുകൊണ്ട് തന്നെയാണ് എറണാകുളത്തേക്ക് വരുന്നവർക്ക് മറൈൻ ഡ്രൈവ് വളരെ സുന്ദരമുള്ള ഒരിടമായിട്ട് വരുന്നതും തിരിച്ചു പോകുന്നതും വളരെ സ്നേഹമുള്ള കാഴ്ചകളുമായിട്ട് അവർ മടങ്ങിപ്പോകുന്നതും അതുകൊണ്ട് തന്നെയാണ്.